പ്രിയമുള്ളവരെ, വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് നവംബർ 13 നടക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെയും വോട്ടർമാരെയും കണ്ട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ കണ്ട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രിയങ്കാജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. My dearest sisters and brothers, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, thank you for being here today and thank you for the love and affection which you have been giving me ever since I have started campaigning here in Wayanad. നിങ്ങൾ ഇവിടെ വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. അത് മാത്രമല്ല, വയനാട്ടിൽ ഞാൻ പ്രചരണം തുടങ്ങിയത് മുതൽ നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന്, ഇഷ്ടത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. And how beautiful is this land of Wayanad. വയനാട് എന്ന് പറയുന്ന ഈ ഭൂമി എത്ര മനോഹരമായ ഒരു നാടാണ്. I did not know myself. എനിക്കിത് ഇത്ര മനോഹരമാണ് വയനാടെന്ന് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. Now that I have been moving around, I have seen how beautiful, how much natural resource you have and how much potential Wayanad has. ഇപ്പൊ ഞാൻ വയനാട്ടിൽ യാത്ര ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു എത്ര പ്രകൃതി സൗന്ദര്യവും പ്രകൃതി വിഭവങ്ങളും ഈ വയനാട്ടിലുണ്ട്. വയനാട്ടിന് എന്തുമാത്രം കഴിവുണ്ട്, സാധ്യതയുണ്ട് എന്നൊക്കെ ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. After the election, I want to go to the Sita Devi Lavkush temple also. ഇലക്ഷന് ശേഷം ഞാൻ സീതാദേവി ലവകുശ ക്ഷേത്രത്തിലേക്ക്, അവിടെ എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. It's truly an honor for me to be representing the UDF here and to be your candidate from Wayanad. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കാൻ, നിങ്ങളെ പ്രതിനിധാനം ചെയ്യാനുള്ള ഒരു അവസരം, ഒരു വലിയ ആദരവായിട്ട് ഞാൻ കാണുന്നു. Your relationship with my brother, a relationship of love, of strength, of respect, should be an example of the relationship between a leader and a people that he represents for all across our country. നിങ്ങളും എൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധം സ്നേഹത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, കരുത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ ഒരു ബന്ധമെന്ന് പറയുന്നത് ഈ രാജ്യം മുഴുവൻ ജനങ്ങളും ജനപ്രതിനിധികളും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണമായി രാജ്യം മുഴുവൻ ഉണ്ടാവണം. That is what it should be. That a politician, a representative of the people, a leader of the people, truly from his heart loves them, represents their needs, their demands, and is honest towards them. ശരിക്കും ആ ബന്ധം അങ്ങനെ ആയിരിക്കണം. ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയോ രാഷ്ട്രീയ നേതാവോ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവർ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളെ സ്നേഹിക്കണം. അതുമാത്രമല്ല, അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ അതിനെ പ്രതിനിധീകരിക്കുകയും അത് പരിഹരിക്കാൻ പോരാടുകയും ചെയ്യുന്ന ആളായിരിക്കണം രാഷ്ട്രീയ നേതാവ്. And the foundation of our country was laid on a politics and a thinking which reflected the same kind of relationships. ഈ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയം രൂപപ്പെടുത്തിയെടുത്തത്. ഇത്തരം ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തിൽ നിന്നാണ്. Had it not been for your strength and your support, my brother would not have had the courage to walk from Kanyakumari to Kashmir and to travel from Manipur to Mumbai in the name of peace, in the name of unity and in the name of India. സമാധാനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെയും മണിപ്പൂരിൽ നിന്ന് ബോംബെ വരെയും യാത്ര ചെയ്യാനുള്ള ധൈര്യം നിങ്ങളില്ലായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ഉണ്ടാകുമായിരുന്നില്ല. It's true, it's you who gave him the strength to do it. And we are really grateful to you for it. അത് സത്യമാണ്. നിങ്ങളാണ് അങ്ങനെ നടക്കാനുള്ള ധൈര്യം എൻ്റെ സഹോദരന് നൽകിയത്. അതിന് ഞങ്ങൾ നിങ്ങളോട് കടപ്പാടുള്ളവരാണ്. So my brother has been explaining to me what are the main issues here in Wayanad, but also as I'm traveling and I'm meeting more and more of you, I'm beginning to understand this for myself. എൻ്റെ സഹോദരൻ വയനാട്ടിൽ നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ വയനാട്ടിൽ ദിവസം സംസാരിക്കുകയും സഞ്ചരിക്കുകയും നിങ്ങളോട് ഓരോരുത്തരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ തനിയെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്.
And what I'm understanding is that there is great potential here, but at the same time, there are also great difficulties. ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ വയനാട്ടിൽ വളരെയധികം സാധ്യതകളുണ്ട്, അതേസമയം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും മറ്റൊരു വശത്തുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു. You have a extensive farming community here. I just stopped on the way. I saw some Manrega workers working. I saw some coffee workers also working under the coffee trees. ഇവിടെ നിങ്ങൾക്ക് വളരെ വിപുലമായ ഒരു കർഷക സമൂഹമുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് പേരെ കണ്ടു. അതുപോലെ കാപ്പി കൃഷി നടത്തുന്ന കാപ്പി മരങ്ങൾക്ക് താഴെ അവരെയും ഞാൻ വരുമ്പോൾ കാണുകയുണ്ടായി. We need much more focus on agriculture, on food processing especially. നമ്മൾ കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്, അതുപോലെ ഭക്ഷ്യ സംസ്കരണത്തിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. So that the work that you do daily, the work that farmers do, they toil for the country to feed us all, that should actually come to fruition. അതല്ല, നിങ്ങൾ ഓരോ ദിവസവും ഇവിടുത്തെ കർഷകരെന്ന് പറയുന്നത് ഈ രാജ്യത്തിന് അന്നം നൽകാൻ വേണ്ടി ദിവസവും കഷ്ടപ്പെടുന്നവരാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ഫലം ഉണ്ടാവണം. I know that they have faced a lot of difficulties lately. There has been a fall in the prices of crops that has deeply affected them. എനിക്കറിയാം കർഷകർക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. അടുത്ത കാലത്ത് കാര്യമായിട്ട് വിളകളുടെ വില കുറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. Dairy farmers are especially affected. ക്ഷീര കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതായി അറിയാം. They need support. അവർക്ക് പിന്തുണ ആവശ്യമുണ്ട്. They suffer a lot due to the man-animal conflict. മനുഷ്യ വന്യജീവി സംഘർഷം മൂലം അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. Loss of cattle, loss of crop, loss of life. കന്നുകാലികളെ നഷ്ടപ്പെടുന്നു, വിളകൾ നഷ്ടപ്പെടുന്നു, അത് മാത്രമല്ല ഒരുപാട് ജീവനും നഷ്ടപ്പെടുന്നു. I just met the widow and daughter of a gentleman who had been crushed by a wild elephant some time back. ഒരു കാട്ടാനയാൽ കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞിനെയും ഒക്കെ മകളെയൊക്കെ ഞാൻ കുറച്ചു മുമ്പ് കാണുകയുണ്ടായി. She told me how when her husband was injured and she took him to the what is called the medical college, they referred him to Kozhikode, and by the time he reached there he had already passed away. എന്നോട് അവർ പറയുകയുണ്ടായി, അവരുടെ ഭർത്താവിനെ ആ കാട്ടാന ആക്രമണത്തിൽ മുറിവേറ്റപ്പോൾ ഇപ്പം നിങ്ങൾ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ കൊണ്ടുപോയപ്പോൾ അവിടെ സൗകര്യങ്ങളില്ലായിരുന്നു. അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കോഴിക്കോട് കൊണ്ടുവന്നപ്പോഴത്തേക്കും അദ്ദേഹം മരിച്ചുപോയി. And his daughter told me how important it is that medical college should be fully equipped with facilities. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ എന്നോട് പറയുകയായിരുന്നു, നിങ്ങൾക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഇവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആ സ്ഥലത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകേണ്ട ഒരു മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് വേണ്ടത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് പറയുകയുണ്ടായി. I know that my brother has tried very hard and voiced your demand for the medical college again and again, and due to that the status of the hospital has been changed, but the facilities have still not been given. എനിക്കറിയാം എൻ്റെ സഹോദരൻ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തികളുടെ ഫലമായി അവിടെ മെഡിക്കൽ കോളേജ് എന്നുള്ള പേര് മാറ്റി മെഡിക്കൽ കോളേജ് എന്നാക്കി. പക്ഷെ അവിടെ ആവശ്യത്തിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. And every single day that I am here, person after person tells me how this is the most important thing for you. I want to reassure you that I will keep fighting for it, and I will pressurize the government as much as possible so that you get the facilities that you deserve. ഞാൻ ഇവിടെയുള്ള ഓരോ ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മാറി മാറി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മെഡിക്കൽ കോളേജ് എന്നത് നിങ്ങൾക്ക് എത്ര പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണെന്ന്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, എനിക്കാവുന്ന വിധത്തിൽ എത്രമാത്രം പോരാടാൻ സാധിക്കുമോ അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി ഞാൻ പോരാടുമെന്ന്. And this lady who I just met was explaining to me how her house is right next to the forest and how the man-animal conflict is such a big issue for everybody. I am also aware that certain areas have been declared buffer zones, and certain villages have now come in, those settlements have come in those buffer zones, and rules have changed. So everything has changed for the people living there, but they were not even consulted. അത് മാത്രമല്ല, ഞാനിപ്പോൾ കണ്ട ഒരു സ്ത്രീ എന്നോട് പറയായിരുന്നു, അവരുടെ വീട് എന്ന് പറയുന്നത് കാട്ടിനടുത്താണ്. അതുകൊണ്ട് ഈ മനുഷ്യ വന്യജീവി സംഘർഷം വരുമ്പോൾ അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുന്നു. അതുമാത്രമല്ല, ബഫർ സോൺ പുതുതായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ബഫർ സോണിലാകുകയാണ്. പെട്ടെന്നൊരു ദിവസം പുതിയ നിയമങ്ങൾ വരുന്നു. അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയാം. So while the forest has to be protected and animals also have to be protected, but human life is above that.
And we have to do all we can to protect human life, to protect your settlements, and to protect you from this continuous problem that you're facing. നമുക്കറിയാം, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്, വനങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്, മൃഗങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിലുപരിയായി മനുഷ്യന്റെ ജീവൻ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. The Manrega workers I met just now told me that their wage is 346 rupees a day. Their wages need to be increased. Earlier, Manrega used to be a job provider for many, especially the poorest of the poor. And today, because the government has weakened it and reduced funds, those wages are less, and less people are getting jobs in Manrega. അതുമാത്രമല്ല, ഞാനിപ്പോൾ കണ്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നോട് പറയായിരുന്നു 346 രൂപയാണ് അവർക്ക് ദിവസം കിട്ടുന്നത്. അവർക്ക് ഇതിൽ കൂടുതൽ ശമ്പളം ലഭിക്കണം. അതുമാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് വെട്ടിക്കുറച്ചത് മൂലം തൊഴിലുറപ്പ് പണി അത് വളരെയധികം കരുത്തായി അതിൻ്റെ കരുത്ത് പോയിട്ടുണ്ട്, അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റേണ്ടതുണ്ട്, അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ തൊഴിലവസരങ്ങൾ മുൻപത്തേതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. So lack of healthcare, lack of educational facilities are big issues. നിങ്ങൾക്ക് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ അപര്യാപ്തത, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, അതുപോലെ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളുടെ കുറവ്, അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. And my brother attempted to help you with some of these issues by starting medical vans in tribal areas and which were providing primary health care. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആദിവാസി മേഖലകളിൽ മെഡിക്കൽ വാൻ പോലെയുള്ള സംവിധാനങ്ങൾ തുടങ്ങി എൻ്റെ സഹോദരൻ ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളെ ഒരു പരിധിവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. But there's much more that can be done. പക്ഷെ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും. Much more that he wanted to do as well. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടായിരുന്നു. And I would like to carry forward. ആ കാര്യങ്ങൾ തുടർന്ന് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ കാര്യങ്ങൾ തുടരും. You really need good infrastructure to improve tourism here. ഇവിടെ വിനോദസഞ്ചാരം കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ആവശ്യമുണ്ട്. With the kind of beauty you have, the whole world should see it. വയനാട്ടിനുള്ള ഇത്രയും മനോഹരമായ സൗന്ദര്യം ലോകം മുഴുവൻ വയനാടിന്റെ ഈ സൗന്ദര്യം കാണണം. And with infrastructure, we talk about roads and the Bairakupa bridge. You have to take a ferry when you cross to Karnataka. And that bridge you have been waiting for 30 years has still not been built. നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കുള്ള ബൈറകുപ്പ പാലമുണ്ട്. അവിടെ നിങ്ങൾക്കൊരു കടന്ന് മാത്രമേ നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇതിനു വേണ്ടി 30 വർഷങ്ങളായി നിങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുകയാണ്. So there are deep issues here for which we need to keep pressurizing the government, like the medical college, like the man-animal conflict, and the night ban which is on the roads. നിങ്ങൾക്ക് അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ മെഡിക്കൽ കോളേജ്, രാത്രി യാത്രാ നിരോധനം, അതുപോലെ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം, ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റുകളിൽ നമ്മൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. And there is also a future vision we need for Wayanad. അതുമാത്രമല്ല, വയനാടിന്റെ ഭാവിക്ക് വേണ്ടി ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. Where we can take your talent, we can take your potential and grow it and increase it so that you can feel the maximum effect of it. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സാധ്യതകളെ ഏറ്റവും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പുരോഗതി നിങ്ങൾ കാണുന്ന ഒരു വലിയ കാഴ്ചപ്പാട് നമുക്ക് വയനാടിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കണം. I feel that with a very strong focus on agriculture, on food processing, on proper marketing of the crops and the products that you produce, a lot can be done. ഇവിടെ കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ, കൂടുതൽ ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ നല്ല ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ വയനാട്ടിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. This will also generate new employment opportunities. നിങ്ങൾക്കിത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇത് സഹായകമാകും. In the same way, a lot can be done, as I said, to build infrastructure for tourism, ecotourism, and also other forms of tourism. പലതരത്തിലുള്ള വിനോദസഞ്ചാര മേഖലകൾക്ക് വേണ്ടി, പരിസ്ഥിതി ടൂറിസം ഉൾപ്പെടെയുള്ള ടൂറിസത്തിന് വേണ്ടി, വിനോദസഞ്ചാരത്തിന് വേണ്ടി ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. So with a good plan to move forward by strengthening these sectors, by taking your potential and maximizing it, by strengthening what you can already do, by providing opportunities to your children, for example in sports,
where there is so much talent in Wayanad, whether it is soccer or volleyball or archery, it can also be improved, and those children can have opportunities to go abroad, the world over, and show their talent. വയനാടിന്റെ ഇത്തരം എല്ലാ സാധ്യതകളും കഴിവുകളും നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് വിപുലപ്പെടുത്താൻ സാധിക്കും. ഉദാഹരണത്തിന് ഇവിടെ ഫുട്ബോൾ കളിക്കുന്നവർ, വോളിബോൾ കളിക്കുന്നവർ, അതുപോലെ അമ്പെയ്ത്ത് പരിശീലിക്കുന്നവർ, അങ്ങനെ ഒരുപാട് കഴിവുള്ളവരുണ്ട്. ആ കുട്ടികളെയൊക്കെ നമുക്ക് പഠിപ്പിച്ച് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊടുത്ത് അവർക്ക് വിദേശത്ത് പോയി പഠിക്കാനും മത്സരിക്കാനും ഒക്കെ സാധിക്കുന്നു. അങ്ങനെ പല രീതിയിൽ വയനാടിന്റെ സാധ്യതകൾ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കും. So I think that with a good plan to move forward and a good vision for the future, we can really do a lot. ഒരു കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി, കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടി മുൻപോട്ട് പോയാൽ, ഭാവിക്ക് വേണ്ടി മുൻപോട്ട് പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. And I would like to travel around Wayanad, reach out to as many of you as possible, come to your homes, understand your problems, see what we can do to resolve them and make this strong plan for you. അത് മാത്രമല്ല, എനിക്ക് പറ്റുന്നിടത്തോളം വയനാട്ടിൽ യാത്ര ചെയ്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് നിങ്ങളോട് ഓരോരുത്തരോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള ഒരു പദ്ധതിയുമായി മുൻപോട്ട് എനിക്ക് പോകണം. So if you give me a chance and you choose me as your member of parliament, I can assure you that I will continue to strengthen this bond that you have with my brother. I will work harder for you than anybody else, and I will do all I can to give you a better future. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ പ്രതിനിധീകരിക്കാൻ, നിങ്ങളുടെ ജനപ്രതിനിധിയാവാൻ നിങ്ങൾ എനിക്കൊരു അവസരം നൽകിയാൽ എന്നാൽ സാധ്യമായത് മുഴുവൻ എൻ്റെ സഹോദരൻ്റെ വയനാട്ടുകാരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എൻ്റെ പരമാവധി പരിശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. You have welcomed me into your homes with love and affection. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടു കൂടിയാണ് നിങ്ങൾ സ്വാഗതം ചെയ്തിട്ടുള്ളത്. I see you waiting on the roads with flowers, waiting to hug me, wanting to kiss me, calling me to your homes. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ I'll come down and hug you. നിങ്ങൾ എന്നെ റോഡിൽ പൂക്കളുമായിട്ട് കാത്തു നിൽക്കുകയാണ്, എന്നെ കെട്ടിപ്പിടിക്കാൻ, എനിക്ക് ഉമ്മ തരാൻ നിങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഞാൻ വന്ന് ഐ വിൽ ഹഗ് യു, നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കാന്ന് പറയുകയാണ്. And I don't take this affection lightly. ഞാൻ നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തെ ഞാൻ ഒരിക്കലും നിസ്സാരമായിട്ട് എടുക്കില്ല. It is a great honor for me, it is a great privilege, and it is a great responsibility. നിങ്ങൾ തരുന്ന ഈ സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആദരവാണ്, ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ സ്നേഹം എനിക്കുള്ള ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വവുമാണ്. I can see so many of my sisters here. അവിടെ എനിക്ക് എൻ്റെ ഒരുപാട് സഹോദരിമാരെ കാണാൻ സാധിക്കും. You are young, but you are a mother, and I can see that you are also a mother. And you, those who are mothers, understand that once you have children, that becomes the most important thing. ഇവിടെയുള്ളത് ഇത് ചെറിയ കുട്ടിയാണ്, പക്ഷെ അവിടെ ഒരു അമ്മയുണ്ട്, അവിടെ ഒരു അമ്മയുണ്ട്. എനിക്ക് കാണാൻ സാധിക്കും, അമ്മമാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ ഒരിക്കലും അമ്മയായി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. You can be tired, you can have any problem, but if your child is hungry, you will be awake and give the child food till he gets satisfied. നിങ്ങൾ ചില സമയത്ത് ഒരുപാട് ക്ഷീണിച്ചിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടാകും, പക്ഷെ നമ്മുടെ കുഞ്ഞിന് വിശക്കുകയാണെങ്കിലോ നമ്മൾ രാത്രി ഉണർന്നെഴുന്നേറ്റ് കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റുന്നത് വരെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. And we women, from the beginning of our lives, we tend to put ourselves behind and everybody else is more important in the family, and we look after our children in the same way. പ്രത്യേകിച്ചും നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ പുറകോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയാണോ ഉള്ളത് അവരെ സംരക്ഷിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവരാണ് നമ്മൾ സ്ത്രീകൾ. We understand responsibility, we understand sacrifice, we understand duty. നമ്മൾക്ക് ഉത്തരവാദിത്തം എന്താണെന്ന് നമുക്ക് സ്ത്രീകൾക്കറിയാം, ത്യാഗം എന്താണെന്ന് നമ്മൾ സ്ത്രീകൾക്കറിയാം, എന്താണ് ഉത്തരവാദിത്തം, കടമ എന്താണെന്ന് സ്ത്രീകൾ എന്ന നിലയിൽ നമുക്കറിയാം. That's why we are stronger than all these men. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയുള്ള എല്ലാ പുരുഷന്മാരെക്കാളും കരുത്തരായിട്ട് നിൽക്കുന്നത്. So I'm here to tell you that I understand. ഞാൻ നിങ്ങളോട് ഇവിടെ പറയുന്നത് എന്താണ്, എനിക്കത് മനസ്സിലാകുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. For me, you are more important today than anything else.
എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ജനങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. My duty to you is like my duty to my children. My responsibility towards you is the same. My feeling of love towards you is the same. എനിക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് തോന്നുന്ന ഉത്തരവാദിത്വത്തിന് തുല്യമാണ്. എനിക്ക് നിങ്ങളോടുള്ള കടമ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളോട് തോന്നുന്ന കടമയ്ക്ക് തുല്യമാണ്. എനിക്ക് നിങ്ങളോട് തോന്നുന്ന സ്നേഹം എന്ന് പറയുന്നതും എൻ്റെ കുട്ടികളോട് തോന്നുന്ന സ്നേഹം പോലെയാണ്. You have given my family so much love and affection. You are giving me so much affection. നിങ്ങൾ എൻ്റെ കുടുംബത്തിന് ഒരുപാട് സ്നേഹവും ഇഷ്ടവും നൽകിയിട്ടുണ്ട്. നിങ്ങൾ എനിക്കും ഒരുപാട് സ്നേഹവും ഇഷ്ടവും നൽകിയിട്ടുണ്ട്. From today your pain is my pain. ഇന്നു മുതൽ നിങ്ങളുടെ വേദന എന്ന് പറയുന്നത് എൻ്റെയും കൂടി വേദനയാണ്. And your troubles are my troubles. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇന്നു മുതൽ എൻ്റെയും കൂടി ബുദ്ധിമുട്ടുകളാണ്. And I will work hard so that your troubles lessen, so that you have a brighter future, so that your children can enjoy a happy life and can get whatever they rightly deserve. നിങ്ങളുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കഠിനാധ്വാനം ചെയ്യും. തൽഫലമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ഭാവിയും നിങ്ങളുടെ ജീവിതം ഉണ്ടാകാൻ വേണ്ടി എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ അധ്വാനിക്കും ഇന്നു മുതൽ. And it is my promise to you that I will not let you down. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാക്കാണ്, നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നത് എൻ്റെ ഉറപ്പാണ്. Thank you. Thank you for listening to me and thank you for being here even though it's raining. I am very grateful to you. നിങ്ങൾ ഇവിടെ വന്നതിനും എന്നെ കേട്ടതിനും, ഇത് മഴയായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കേട്ടതിനും വളരെയധികം നന്ദിയുണ്ട്. ഞാൻ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നന്ദി.